ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോജക്റ്റിനെ പിടിച്ചങ്ങ് ഡിപ്ലോയ് ചെയ്യണം. സോ ഡിപ്ലോയ് ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വെർസൽ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. versal.com എന്ന് പറയുന്നത് നമുക്ക് റിമോട്ടിൽ, അതായത് നമ്മുടെ പ്രോജക്റ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നെക്സ്റ്റ് ജെയ്സിന്റെ പ്രോജക്റ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ആണ് versal.com. ഓക്കെ, അപ്പോൾ ഈ വെർസലിൽ നമുക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പ്രോജക്റ്റ് ആക്ച്വലി നമ്മൾ ജിറ്റ് ഹബിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ജിറ്റ് ഹബിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ ഞാൻ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജിറ്റും അതുപോലെ ജിറ്റ് ഹബിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്യുക എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട രീതി. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ജിറ്റ് ഹബിലേക്ക് പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വെർസലിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റിനെ പിടിച്ച് ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സൊല്യൂഷൻ വെച്ച് പോസ്റ്റ് ചെയ്തു. ഓക്കെ, സോ ജിറ്റ് ഹബിൻ്റെ വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിറ്റ് ഹബ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത് ജിറ്റ് ഹബിൽ ആക്കിയതിന് ശേഷം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ലിങ്ക്, അതായത് ജിറ്റ് ഹബിൻ്റെ അക്കൗണ്ട് നമ്മൾ വെർസലോ ആയിട്ട് ലിങ്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ സൈൻ ഇൻ ചോദിക്കുമ്പോൾ നമുക്ക് വെർസൽ, നമുക്ക് ജിറ്റ് ഹബ് ഉണ്ട്, ജിറ്റ് ലാബ് ഉണ്ട്, പല അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് ജിറ്റ് ഹബ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ജിറ്റ് ഹബിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ജിറ്റ് ഹബ് അക്കൗണ്ട് വെച്ച് നമ്മൾ വെർസലിൽ കയറിയതിന് ശേഷം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ആഡ് ന്യൂവിനകത്ത് നമ്മൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് പേജിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ഇമ്പോർട്ട് ആയിരിക്കും ചോദിക്കുന്നത്. സോ പ്രോജക്റ്റ് ഇമ്പോർട്ട് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു യൂസർ ഇന്റർഫേസ് കാണിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ ഇമ്പോർട്ട് ജിറ്റ് റിപ്പോസിറ്ററി. ഓക്കെ, ഇവിടെ എൻ്റെ ഓൾറെഡി ഇത് എൻ്റെ ജിറ്റ് അക്കൗണ്ട് ആണ്, അതായത് ജിറ്റ് ഹബിൻ്റെ അക്കൗണ്ട്. അതിനകത്ത് എനിക്ക് പ്രോജക്ട്സ് ഉണ്ട്. സോ എനിക്ക് 4 പ്രോജക്ട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് എൻ്റെ നെക്സ്റ്റ് ജെയ്സ്, നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രോജക്റ്റ് നെക്സ്റ്റ് ജെയ്സ് ആണ്. ബാക്കിയെല്ലാം എൻ്റെ അല്ലാതെ പ്രോജക്ട്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ജിറ്റ് ഹബിൽ ആഡ് ചെയ്ത പ്രോജക്റ്റ് നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ നമുക്കിവിടെ ഡീഫോൾട്ട് ആയിട്ട് ഒരു പ്രോജക്റ്റ് നെയിം കാണിക്കും. ഇവിടെ നെക്സ്റ്റ് ജെഎസ് മീറ്റപ്സ് ഹൈഫൺ പ്രോജക്റ്റ് ആണ് നമ്മുടെ മെയിൻ പ്രോജക്റ്റ് പേര്. അത് കഴിഞ്ഞിട്ട് ഹൈഫൺ കഴിയുമ്പോൾ ഒരു റാൻഡം ആയിട്ടുള്ളൊരു ലെറ്റർ ആയിരിക്കും തരുന്നത്. അതായിരിക്കും നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഇത് ഡീഫോൾട്ട് നെയിം തന്നെ പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രെയിംവർക്ക് പ്രീസെറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രെയിംവർക്ക് പ്രീസെറ്റ് നമ്മുടെ നെക്സ്റ്റ് ജെഎസ് ആണ് എടുക്കുന്നത്. കാരണം ഇത് നെക്സ്റ്റ് ജെഎസ് പ്രോജക്റ്റ് ആണ്. സോ ഏത് ഫ്രെയിംവർക്കാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഫ്രെയിംവർക്ക് നിങ്ങൾ പ്രീസെറ്റിനകത്ത് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിൽഡ് ആൻഡ് ഔട്ട്പുട്ട് സെറ്റിങ്സ്. ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ പാക്കേജ് ജേസണിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രിപ്റ്റ്സിനകത്ത് നമുക്ക് പല രീതിയിൽ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ പ്രോജക്റ്റ് റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും കമാൻഡ് കൊടുക്കാം. ഇവിടെ ഞാൻ npm റൺ ഡേവ് കൊടുക്കുന്ന പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേവ്, അതായത് നമുക്ക് ഡെവലപ്മെന്റ് സെർവറിൽ റൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കമാൻഡ് ഓടിക്കുന്നത്. പിന്നെ നമുക്ക് ബിൽഡ് ഉണ്ട്. ഈ ബിൽഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ബിൽഡാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ വന്ന് വീഴും. ആക്ച്വലി നമ്മൾ ഈ ഡോട്ട് നെക്സ്റ്റ് ഫോൾഡർ ഈ ജിറ്റ് ഹബിൽ അങ്ങ് റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, നമ്മുടെ പ്രൊഡക്ഷൻ ബിൽഡുള്ള ഫോൾഡർ ഈ ജിറ്റ് ഹബിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഉള്ള എല്ലാ ഫയൽസും ഫോൾഡേഴ്സും ആയിരിക്കും ഇവിടെ വെർസലിൽ വരുന്നത്. അപ്പോൾ ഡോട്ട് നെക്സ്റ്റ് ഫോൾഡർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊട്ടും. അതുകൊണ്ടാണ് നമുക്കിത് ഡോട്ട് നെക്സ്റ്റ് ഫോൾഡർ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം വെർസൽ തന്നെ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ ബിൽഡ് ചെയ്ത് നമ്മുടെ പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്തോളും. ഓക്കെ, സോ അതിന് നമ്മൾ ഡോട്ട് നെക്സ്റ്റ് ഫോൾഡർ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത് തന്നെയാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും നമുക്ക് കസ്റ്റമായിട്ടുള്ള സ്ക്രിപ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ, നമുക്ക് പ്രൊഡക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് കസ്റ്റമായിട്ട് എന്തെങ്കിലും ഒരു കമാൻഡ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ബിൽഡ് കമാൻഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് തന്നെയാണ് പോകുന്നത്.
പിന്നെ ഉള്ളത് എൻവയൺമെന്റ് വേരിയബിൾസ്. എൻവയൺമെന്റ് വേരിയബിൾസ് നമ്മൾ എന്തെങ്കിലും ഒരു എൻവയൺമെന്റ് ഫയലും എല്ലാം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെൻസിറ്റീവ് ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സീക്രട്ട് കീ, അതുപോലെ തന്നെ മോങ്കോ ഡി ബിയുടെ യൂസർ നെയിം, പാസ്വേഡ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എൻവയൺമെന്റ് ഫയലിനകത്തോട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ നേരെ എൻവയൺമെന്റ് ഫയലിൽ ഇമ്പോർട്ട് ചെയ്ത് ആ കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മളിവിടെ കൊടുക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ എൻവയൺമെന്റ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡിപ്ലോയ് ചെയ്യാം. ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഈ മോങ്കോ ഡി ബിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ആക്സസിലോട്ട് പോയിട്ട് നിങ്ങൾ IP അഡ്രസ്സ് കറന്റ് എല്ലാത്തിലും ആക്റ്റീവ് ആയിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഇപ്പോൾ നിങ്ങളുടെ ലോക്കൽ സെർവറിലാണ്, ലോക്കൽ IP-യിലാണ് നിങ്ങൾ ഇത് റൺ ചെയ്യുന്നതെങ്കിൽ ആ ലോക്കൽ IP-യിൽ മാത്രമേ കിട്ടത്തുള്ളൂ, ബാക്കി എല്ലായിടത്തൊന്നും കിട്ടത്തില്ല. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ നെറ്റ്വർക്ക് ആക്സസ് തൽക്കാലം നമ്മൾ എല്ലാത്തിലും ആക്സസ് ചെയ്യാനുള്ളതാണ് കൊടുക്കുന്നത്. ഇത് 0.00 ഇതെന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് IP ആണ്. അന്ന് വെച്ചാൽ എല്ലാ IP-യും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ IP ഫുള്ളി ആക്റ്റീവ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ പിടിച്ചങ്ങ് ഡിപ്ലോയ് ചെയ്യും. ഡിപ്ലോയ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും സൈറ്റ് ഡിപ്ലോയ് ആവാൻ വേണ്ടി. ഇവിടെ ഡിപ്ലോയ്മെന്റ് നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കും, നമ്മുടെ ബിൽഡ് ലോഗ്സ് ഇവിടെ കാണിക്കും. ഓക്കെ, ഇവിടെ മൊത്തം നമ്മുടെ ഡിപ്ലോയ് ചെയ്യുന്നതിന്റെ കമാൻഡ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, നമുക്ക് എറർസ് ഒന്നും വന്നിട്ടില്ല. സോ എറർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ സക്സസ് ആയിട്ടുണ്ട്, നമ്മുടെ പ്രോജക്റ്റ് ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ഹോം പേജ് ആണ് നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നത്. സോ എല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ നേരെ എന്ത് ചെയ്യാം, നമ്മൾ കണ്ടിന്യൂ ടു ഡാഷ്ബോർഡിലേക്ക് പോവുക. കണ്ടിന്യൂ ടു ഡാഷ്ബോർഡിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ പ്രൊഡക്ഷൻ ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ് കാണിക്കും, സ്റ്റാറ്റസ് റെഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡിപ്ലോയ് ചെയ്ത പ്രോജക്റ്റ്. അതിൻ്റെ സൈറ്റിൻ്റെ നെയിമാണ് ഇത്. ഇവിടെ നമ്മുടെ പ്രോജക്റ്റ് നെയിം ഹൈഫൺ കഴിഞ്ഞിട്ട് റാൻഡം ആയിട്ടുള്ള ലെറ്റേഴ്സ് .versal.app ആണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഡൊമൈന് നമുക്ക് കൊടുക്കാം, പക്ഷെ അത് ഫ്രീ അല്ല. ഇത് ഫ്രീ അക്കൗണ്ട് ആയതുകൊണ്ടാണ് അവരിങ്ങനെ versal.app എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ ഇവരുടെ വെർസൽ ടൂൾ ബാർ ഡീഫോൾട്ട് ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ആഡ് ന്യൂ മീറ്റപ്പ് കൊടുത്തു കഴിഞ്ഞാലും ഫോം കാണിക്കുന്നുണ്ട്, ഷോ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഓൾ മീറ്റപ്സ് ക്ലിക്ക് ചെയ്താലും എല്ലാം ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. സോ നെക്സ്റ്റ് JS പ്രോജക്റ്റ് നമുക്ക് ഡിപ്ലോയ് വെർസൽ സൈറ്റിനകത്ത് ഡിപ്ലോയ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ആദ്യം ജിറ്റ്ഹബിലേക്ക് നമ്മുടെ പ്രോജക്റ്റ് പോസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ജിറ്റ്ഹബിലുള്ള പ്രോജക്റ്റ് ആയിരിക്കും നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് നമ്മളിവിടെ ഡിപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, ബൈ.